ഹായ് ഹലോ നമസ്കാരം. പേജ്3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ICDS സൂപ്പർവൈസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ട് വന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടോപ്പിക്കിലുള്ള സമായോജനം, അപസമായോജനം, സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് പറയുന്ന സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് സമായോജനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഇവിടുന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ എന്താണ് സമായോജനം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സമായോജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ പരിസ്ഥിതിയുമായിട്ട്, നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ അത് സമായോജനമാണ്. ഇനി നമുക്ക് ഇൻ കേസ് അങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ ബിഹേവിയറിന്, നമ്മുടെ വ്യവഹാരത്തിന് അങ്ങനെ പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് അപസമായോജനമാണ്. അപ്പോൾ അപസമായോജനം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പല സിറ്റുവേഷൻസിലും നമ്മൾ സമായോജനത്തിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ ഈസി ആയിട്ടൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞോ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അവൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടോ, അവൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ, പഠിക്കാത്തത് കൊണ്ടോ പരീക്ഷയിൽ തോറ്റു എന്ന് കരുതുക. പരീക്ഷയിൽ തോറ്റു എന്ന് കരുതുക. അപ്പോൾ തോറ്റ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും എന്താണ് ഉണ്ടാവുക? അവൻ്റെ മാനസികാവസ്ഥയിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നുമില്ല, അവന് നല്ല രീതിയിൽ സങ്കടം ഉണ്ടാവും, അല്ലേ? അവന് മാനസിക സമ്മർദ്ദം ഉണ്ടാകും, അല്ലെ? മറ്റുള്ള കുട്ടികൾ കളിയാക്കുന്നുണ്ടാവാം, വീട്ടുകാർ ചോദിക്കും. അപ്പോൾ മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം, അല്ലേ? നിരാശയുണ്ടാവും, കുറ്റബോധം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം അവനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഈ ഒരു നിരാശാബോധത്തിൽ നിന്ന്, മാനസിക സംഘർഷങ്ങളിൽ നിന്ന്, ഈ കുറ്റപ്പെടുത്തലിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാൻ അവൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കും. അപ്പോൾ അവൻ അതിൽ കണ്ടെത്തുന്ന ഒരു മാർഗമുണ്ട്. എന്തായിരിക്കും? അവൻ പറയുന്നത്, ആ ടീച്ചർ പഠിപ്പിച്ചതൊന്നും തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല, ആ ടീച്ചർക്ക് പഠിപ്പിക്കാനേ അറിയില്ല, ആ അധ്യാപകൻ്റെ അധ്യാപനത്തിലാണ് കുഴപ്പം, ഞാൻ തോറ്റത് കൊണ്ടല്ല എന്ന് അവൻ പറയും. അപ്പോൾ ഇതെന്താ ഇതിൽ സംഭവിച്ചത്? അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. സമായോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അഥവാ സമായോജനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവൻ്റെ പരിസരവുമായിട്ട് ഇണങ്ങിച്ചേരുന്നതിന് അവൻ്റെ വ്യവഹാരം അഥവാ ബിഹേവിയറിൽ പരിവർത്തനം അഥവാ ചേഞ്ചസ് കൊണ്ടുവരണം. ഈ ചേഞ്ചസ് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ സമായോജനം എന്ന് പറയുന്നത്. എന്നാൽ അപസമായോജനം അഥവാ മാലഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് അവൻ്റെ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ കഴിയാത്തതാണ് അപസമായോജനം. അതായത് മാനസിക സംഘർഷം, മോഹഭംഗം, ഇതൊക്കെയാണ് അപസമായോജനത്തിന് കാരണം. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ആ കുട്ടിക്ക് അപസമായോജനമാണ് സംഭവിക്കുന്നത്, സമായോജനമല്ല. മോഹഭംഗം ഉണ്ടാകുന്നു, നിരാശയുണ്ടാകുന്നു, കുറ്റബോധം ഉണ്ടാകുന്നു, അല്ലെ? മാനസിക സംഘർഷം ഉണ്ടാകുന്നു. അപ്പോൾ അത് അപസമായോജനം. അപ്പോൾ അപസമായോജനത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം, അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറാൻ വേണ്ടിയിട്ട് സമായോജനം ക്രിയാതന്ത്രങ്ങൾ അവൻ എന്ത് ചെയ്യും? വെളിയിലേക്ക് കൊണ്ടുവരും. അതിൽ ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞ, ആ ടീച്ചർ പഠിപ്പിച്ചത് ശരിയായില്ല, കുറ്റം അവൻ്റെയാണ്, പക്ഷേ കുട്ടി നേരെ ആ ടീച്ചറുടെ തലയിലേക്ക് എന്ത് വെച്ചു കൊടുത്തു? ആ കുറ്റം വെച്ചു കൊടുത്തു, ഇവൻ അവിടെ സേഫ് ആവാൻ വേണ്ടി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപസമായോജനത്തിനുള്ള ശാശ്വത പരിഹാരമല്ല എന്തെന്ന് പറയുന്നത് ഇപ്പം ആ കുട്ടി ചെയ്തത്. ശരിയാണോ? അവൻ തോറ്റു, അതിന് കാരണം ടീച്ചറാണെന്ന് പറഞ്ഞ് അവൻ തടി തപ്പി. അത് എന്നേക്കുമുള്ള രക്ഷപ്പെടലാണോ? അല്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞത്, എന്നേക്കുമുള്ള രക്ഷപ്പെടലല്ല. ഇപ്പൊ അവൻ ചെയ്തത് എന്താണ്? ഒരു പ്രതിരോധ തന്ത്രമാണ്. സമായോജന ക്രിയാതന്ത്രം എന്ന് പറയും, അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ എന്നാണ് പറയുക. എന്താ പറയുക? പ്രതിരോധ തന്ത്രങ്ങൾ. അപ്പൊ പ്രതിരോധ തന്ത്രങ്ങൾ തീർച്ചയായിട്ടും പെർമനന്റ് അല്ല. അതെന്താണ്? താൽക്കാലികമായിട്ട് എന്ത് ചെയ്യും? പ്രശ്നങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് ശരിക്കും നല്ലതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവനെ സമായോജനത്തിലേക്ക് എത്തിക്കാൻ സമായോജന ക്രിയാതന്ത്രങ്ങൾ അഥവാ പ്രതിരോധ തന്ത്രങ്ങൾ സഹായിക്കും. പക്ഷേ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം? ക്രിയാത്മകമായിട്ട് പ്രതികരിച്ച്, അല്ലെ, പ്രശ്നങ്ങളെ നേരിട്ട് ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ശാശ്വതമായ പരിഹാരം. അപ്പോൾ സമായോജനത്തിലേക്കുള്ള വഴിയാണ് സമായോജന ക്രിയാതന്ത്രങ്ങൾ അഥവാ പ്രതിരോധ ക്രിയാതന്ത്രങ്ങൾ. എപ്പോഴായിരിക്കും കുട്ടി പുറത്തെടുക്കുക? അപസമായോജനം ഉണ്ടാകുമ്പോഴാണ് പുറത്തെടുക്കുക. ഇപ്പോൾ ഈ സമായോജനം എന്ത്, അപസമായോജനം എന്ത്, സമായോജനം അപസമായോജനം തമ്മിലുള്ള വ്യത്യാസം, ഇതിനെക്കുറിച്ചൊന്നുമല്ല നമുക്ക് പറയേണ്ടത്.
സമായോജന ക്രിയാതന്ത്രങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളിന് ഒരു കൃത്യമായിട്ടൊരു പേരുണ്ട്. അങ്ങനെ ഓരോന്നിനും നമുക്കൊരു 10 സമായോജന ക്രിയാതന്ത്രങ്ങൾ അഥവാ പ്രതിരോധ തന്ത്രങ്ങൾ നമുക്ക് പഠിക്കാം. നോക്കാം. അതിന് എക്സാമ്പിൾ തന്നിട്ടായിരിക്കും അവിടെ പഠിപ്പിക്കുക. അപ്പോൾ സമായോജന ക്രിയാതന്ത്രങ്ങളെ നമുക്ക് ഇംഗ്ലീഷിൽ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയാം. അതൊന്നും നമുക്ക് നോക്കിയില്ലെങ്കിലും സമായോജന ക്രിയാതന്ത്രങ്ങളെ നമുക്ക് എന്ത് പേരും കൂടി പറയാം? പ്രതിരോധ ക്രിയാതന്ത്രങ്ങൾ എന്ന് കൂടി പറയാം. കാരണം പ്രതിരോധിക്കുകയല്ലേ ചെയ്തത്. കുട്ടിക്ക് ഉണ്ടാകുന്ന മോഹഭംഗം അല്ലെ, ആ കുട്ടിയിൽ തോറ്റു എന്നുള്ളത് കൊണ്ടുള്ള വിഷമം, മാനസിക സംഘർഷം, അതിനെ പ്രതിരോധിക്കുന്ന പ്രതിരോധ ക്രിയാതന്ത്രമാണ്. അതാണ് നമ്മളോട് ഉദ്ദേശിച്ചത്. അപ്പോൾ മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളെ നമുക്ക് എങ്ങനെ വിളിക്കാം? പ്രതിരോധ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അഥവാ സമായോജന തന്ത്രങ്ങൾ എന്ന് വിളിക്കാം. ഇത്തരം തന്ത്രങ്ങളിലൂടെ മാനസിക സംഘർഷങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നുമില്ലെങ്കിൽ കുറയ്ക്കാൻ കഴിയും, അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ കഴിയും അല്ലേ? അതുവഴി മാനസികമായിട്ടുള്ളൊരു സ്വസ്ഥത്തിലേക്ക് എടുക്കാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യക്തിയും വ്യക്തിത്വ സന്തുലനവും നിലനിർത്താൻ പലവിധ തന്ത്രങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഓരോ വ്യക്തികളും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും ചെയ്യാറുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ കുറ്റബോധങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട് അല്ലേ? കുറുക്കൻ കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുന്തിരിക്കൊല കാണുന്നു. മുന്തിരിക്കൊല കാണുന്ന സമയത്ത് കുട്ടിക്ക് ആ കുറുക്കൻ എന്ത് തോന്നും? അതൊന്ന് വലിച്ച് കഴിക്കണം എന്നുണ്ട്. എത്തിപ്പിടിക്കാൻ നോക്കും, എത്തുന്നില്ല. അപ്പൊ കുറുക്കൻ എന്താ പറയുക? മുന്തിരി പുളിക്കുന്ന മുന്തിരിയാണെന്ന് പറയും. അവിടെ കുറുക്കൻ എന്തുകൊണ്ടാണ് ആ മുന്തിരി പുളിക്കുന്നതാണ് എന്ന് പറയുന്നത്? സിമ്പിളാണ്. കുറുക്കൻ ഹൈറ്റ് ഇല്ല, കുറുക്കന് ചാടാനാവില്ല, കുറുക്കന് മരം കയറാനാവില്ല. കുറുക്കൻ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് അവന് മാനസികമായിട്ട് വിഷമം ഉണ്ടാവുന്നു, അത് കിട്ടുന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ആ മാനസിക വിഷമം, മാനസിക സംഘർഷം, തൻ്റെ കഴിവില്ലായ്മ, തൻ്റെ കുറ്റബോധം ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് പറയുന്നു? മറ്റൊരു തെറ്റായ കാരണം കൊണ്ട് അതിനെ ന്യായീകരിക്കുന്നു. നമ്മൾ ചെയ്യാറില്ലേ? നമ്മൾ ന്യായീകരിക്കാറില്ലേ? ഉണ്ട്. അപ്പോൾ ഇതാണെന്ത്? ഒരു സമായോജന ക്രിയാതന്ത്രം. ഇത് ഓരോന്നിൻ്റെയും പേര് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പം നോക്കാം. ഇവിടെ സമായോജന തന്ത്രങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ ആൻസൈറ്റിയെ, അതുപോലെ ഉത്കണ്ഠയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗമാണ് എന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ. അപ്പോൾ ഓരോരോ പ്രതിരോധ ക്രിയാതന്ത്രങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, സമായോജന ക്രിയാതന്ത്രങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, നിഷേധമാണ്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, നമുക്ക് അരോചകമായി തോന്നുന്ന എന്തെങ്കിലും ഒന്ന്, അതിൽ നിന്ന് നമ്മൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പലതും നിഷേധിക്കും. അതായത് ഇഷ്ടമില്ലാത്തത് കണ്ടില്ല, വിളിച്ചാൽ കേട്ടില്ല, ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കുന്നത് എന്തിനു വേണ്ടി? അതായത് ആ ഒരു പ്രതിരോധ ക്രിയാതന്ത്രമാണ് നിഷേധം എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം. കണ്ടില്ല കേട്ടില്ല ഈ സമീപനം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സമായോജന തന്ത്രമാണ്? ഇതൊരു ഒന്നാമത്തെ ചോദ്യമാണ്. കണ്ടില്ല കേട്ടില്ല ഈ സമീപനം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സമായോജന തന്ത്രമാണ്? അത് നോക്കിയേ. താദാത്മീകരണം, അനുപൂരണം, ഉദാത്തീകരണം, നിഷേധം. ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കണം, താദാത്മീകരണവും അനുപൂരണവും ഉദാത്തീകരണവും ഒക്കെ സമായോജന ക്രിയാതന്ത്രങ്ങളാണ്. കണ്ടില്ല കേട്ടില്ല എന്നുള്ളത് ഏതാണ്? നിഷേധമാണ്. ഒന്നാമത്തെ ചോദ്യം. ഇത് അങ്ങനെയാണ് ചോദ്യം വരിക. രണ്ടാമത്തെ ചോദ്യം അടുത്തതിലേക്ക് വരാം. അടുത്തൊരു സമായോജന ക്രിയാതന്ത്രത്തിലേക്ക് വരാം. ദമനം, റിപ്രഷൻ എന്ന് പറയും. ദമനം. ഇത് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ വേദനാജനകമായ അനുഭവങ്ങളിൽ മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളും ഒക്കെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം എന്നാണ് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് നോക്കണം. ഇവിടെ ഇഷ്ടമില്ലാത്ത വികാരങ്ങളെ പൂഴ്ത്തി വയ്ക്കുന്നതിന് ആണ് ദമനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ഇവിടെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവം, മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് പൂർത്തീകരിക്കാനാവാത്ത ആഗ്രഹങ്ങൾ, ഇതിനെല്ലാം അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം എന്ന് പറയുന്നത്. ദമനം എന്ന് പറയുന്നത്. അതായത് ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കണം, ഇവിടുത്തെ ചോദ്യം ഇങ്ങനെ ആയിരിക്കാൻ വരിക. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വീക്ഷണപ്രകാരം
അക്ഷരത്തെറ്റുകളും നാക്കുപിഴകൾക്കും കാരണമാകുന്നത്. കുട്ടികളിൽ അക്ഷരത്തെറ്റും നാക്കുപിഴകൾക്കും കാരണമാകുന്നത് ഏത് സമായോജന ക്രിയാതന്ത്രമാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദമനമാണ്. എന്താണ് ഉത്തരം? ദമനമാണ്. ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതായത് ഇഷ്ടമില്ലാത്ത വികാരങ്ങളെ പൂഴ്ത്തി വെക്കാൻ വേണ്ടിയിട്ട് ആണ്. ഇത് ശരിക്കും നല്ലതാണോ? ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നാണ് ദമനം എന്ന് പറയുന്നത്, അല്ലെ? ഒന്നിച്ച് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ICDS സൂപ്പർവൈസർ 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മളിവിടെ ഓഗസ്റ്റ് 19 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ക്ലാസ് കാണാം എന്ന് വെച്ച് റെക്കോർഡ് ക്ലാസ് മാത്രമല്ല നമ്മളിവിടെ തരുന്നത്, ലൈവ് ക്ലാസ് ഉണ്ടാവും. ലൈവ് ക്ലാസ്സിൻ്റെ സമയം രാവിലെ 4:30-ക്കാണ്. മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ OMR എക്സാംസ്, റിവിഷൻ എക്സാംസ്, സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന കോഴ്സ്, സ്റ്റഡി നോട്ട്സ് എന്നിവ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. 4000 റുപ്പീസാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. കോഴ്സിൽ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഫീസ് അടച്ച് നമ്മുടെ അഡ്മിഷൻ എടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചൂടെ തന്നിട്ടുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വിളിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ഇതിലേക്ക് വരാം. മൂന്നാമത്തെ ഒന്നാണ് യുക്തീകരണം. നോക്കണം, സർവ്വസാധാരണമായ ഒരു സമായോജന തന്ത്രമാണ് യുക്തീകരണം. സിമ്പിളാണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, യുക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ ബലഹീനത, ബലഹീനത, നമുക്ക് നമ്മുടെ കഴിവില്ലായ്മ, നമ്മളുടെ പരാജയം, നമ്മുടെ കഴിവുകേട്, ഇതെല്ലാം തെറ്റായ കാരണം വഴി ന്യായീകരിക്കുക. നമ്മൾ കുറുക്കൻ്റെ കഥ പറഞ്ഞു. കുറുക്കന് കഴിവില്ല, ചാടാൻ കഴിവില്ല, മരം കയറാൻ കഴിവില്ല, ഉയരമില്ല, അല്ലേ? അവന് കഴിവില്ല. പക്ഷേ ആ കഴിവില്ലായ്മ കൊണ്ട് അവന് എന്ത് കിട്ടിയില്ല? മുന്തിരി കിട്ടിയില്ല. അത് കിട്ടാന്നായപ്പോൾ അവൻ എന്ത് ചെയ്തു? സംഭവം സിമ്പിളാണ്, അവൻ ചെയ്ത കാര്യം മുന്തിരിയെ കുറ്റം പറഞ്ഞു. അപ്പോൾ തെറ്റായ കാരണം വഴി ന്യായീകരിച്ചു അവൻ്റെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടി. അതാണ് യുക്തീകരണം എന്ന് പറയുന്നത്. യുക്തീകരണം 2 ടൈപ്പ് ഉണ്ട്. പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, പുളിക്കും മുന്തിരി യുക്തി. അടുത്തത് മധുരിക്കുന്ന നാരങ്ങ ശൈലി, മധുര നാരങ്ങ യുക്തി. അപ്പോൾ പുളിക്കും മുന്തിരി യുക്തി, മധുര നാരങ്ങ യുക്തി യുക്തീകരണവുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറുക്കൻ്റെ കാര്യം പറഞ്ഞത് പുളിക്കുന്ന മുന്തിരി യുക്തിയാണ്. ഇനി മധുരിക്കുന്ന നാരങ്ങ ശൈലി പറയാം. നല്ല രീതിയിൽ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഒന്ന് വിചാരിക്കുക. നല്ല തിരക്കുള്ള നല്ല ശമ്പളമുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്നു. കൈക്കൂലി വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിജിലൻസ് പിടിക്കും, അല്ലേ? അങ്ങനെ വിജിലൻസ് പിടിച്ചു, സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ആളുടെ പണി പോകും, അല്ലേ? സസ്പെൻഷനിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സസ്പെൻഷനിലായ ആൾ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ സസ്പെൻഷനിലായി, ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ്. പക്ഷേ ആൾ സമാധാനിക്കാൻ വേണ്ടി എന്താ പറയുന്നത്? ഇനി 4 മാസം സമാധാനത്തിൽ വീട്ടിലിരിക്കാം, ഒരേ ടെൻഷനാണ്, ഫുൾ വർക്കാണ്. അപ്പോൾ എനിക്ക് 4 മാസം എൻ്റെ കുട്ടികളുടെ ഒപ്പം ഇരിക്കാം, എൻ്റെ വീട്ടുകാരോടൊപ്പം ഇരിക്കാം, എനിക്ക് എൻ്റെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാം എന്നാൾ ചിന്തിക്കുകയാണ്. സംഭവം ആൾ പണി പോയത് എങ്ങനെയാണ്? കൈക്കൂലി വാങ്ങിയിട്ട്. നല്ല വിഷമമുണ്ട്. പക്ഷെ അത് മാറാൻ വേണ്ടി അയാൾ ചിന്തിച്ചത് എങ്ങനെയാണ്? അതാണ് മധുരിക്കുന്ന നാരങ്ങാശൈലി. പുളിക്ക് മുന്തിരി യുക്തി, മധുര നാരങ്ങാശൈലി. എന്താണ്? ഒന്നുമില്ല, വ്യക്തി തൻ്റെ ബലഹീനത, പരാജയം, കഴിവുകേട് തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നതാണ് യുക്തീകരണം. 4-ാമത്തേതിലേക്ക് വരാം. യുക്തീകരണത്തിൻ്റെ ഒരു ചോദ്യം നോക്കാം കേട്ടോ. കൈക്കൂലി വാങ്ങിയതിന് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ തനിക്കിപ്പോൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നു. ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏതു തരം സമായോജന ക്രിയാതന്ത്രമാണ്? നോക്കി, ദമനമാണോ? അല്ല, യുക്തീകരണമാണ് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, മധുരിക്കുന്ന നാരങ്ങ യുക്തി. കിട്ടിയത് നല്ലതാണെന്നാണ് ആൾ പറയുന്നത്, ശരിക്കും നല്ലതല്ല, അല്ലേ? അതാണ് 4-ാമത്തേത്. ഉദാത്തീകരണം എന്നുള്ളത് എല്ലാം എഴുതി വെച്ച് തന്നെ പഠിക്കണേ. ഉദാത്തീകരണം എന്നുള്ളതാണ് അടുത്തത് കേട്ടോ. ഇവിടെ സമൂഹത്തിന് അസ്വീകാര്യമായതോ, അല്ലേ, സമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ നടക്കാതെ പോയതോ ആയ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സൃഷ്ടിക്കുന്ന നിരാശ മറികടക്കാൻ സാമൂഹിക അംഗീകാരമുള്ള മാർഗങ്ങളിൽ കർമ്മനിരതനാകുന്ന പ്രക്രിയ. ഒരു എക്സാമ്പിൾ പറയാം. സമൂഹം അംഗീകരിക്കില്ല, അതുപോലെ ഒരാളുടെ ആഗ്രഹം സമൂഹം അംഗീകരിക്കില്ല. എന്നാൽ അല്ലേ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അയാളുടെ ആഗ്രഹമാണ്, പക്ഷെ സമൂഹം അംഗീകരിക്കില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അയാൾക്ക് മാനസിക സംഘർഷം ഉണ്ടാവും. അത് കുറയ്ക്കണം. ശരി, അതല്ലെങ്കിൽ മറ്റൊരു കേസ്, നടക്കാതെ പോയൊരാഗ്രഹം. ഇപ്പോൾ നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരാളാണ്, പക്ഷെ അയാൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അയാളുടെ നടക്കാതെ പോയൊരാഗ്രഹമാണ് കുഞ്ഞുങ്ങളെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞുങ്ങളില്ലാത്ത നല്ല സാമ്പത്തികമുള്ള ഇയാൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും
അയാളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടി അനാഥാലയങ്ങളിലോ അല്ലേ, അല്ലെങ്കിൽ വല്ല അടുത്തുള്ള സ്കൂളിലോ ഒക്കെ തീർച്ചയായിട്ടും അയാളുടെ സമ്പത്ത് അല്ലെ ആ കുഞ്ഞുങ്ങൾക്ക് ഉള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് അയാൾ അതിൽ സംതൃപ്തി നേടും. അത്രയേ ഉള്ളൂ ഇവിടെ പറഞ്ഞത്. അപ്പോൾ മാനസിക സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി സമൂഹത്തിന് സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു മാർഗം തേടുന്നതാണ്. ഇപ്പോൾ നോക്കൂ, നല്ല സാമ്പത്തികമായിട്ടുള്ള ആള് കുട്ടികൾക്ക് പഠന ചെലവ് കൊടുക്കുന്നു, സമൂഹം അംഗീകരിക്കും. അയാളുടെ നടക്കാതെ പോയ ആഗ്രഹം അവിടെ ചെറുതായിട്ട് നടന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. മക്കളില്ലാത്ത ധനാഢ്യൻ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തൻ്റെ ദുഃഖം മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഉദാത്തീകരണം, സബ്ലിമേഷൻ ഉദാഹരണമാണ്. ഇനി അടുത്ത ചോദ്യം, ഗുണപരമല്ലാത്ത ഒന്നിനെ ഒളിപ്പിക്കുന്നതിന് പൊതുവേ സ്വീകരിക്കപ്പെടുന്ന മാർഗം ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള സമായോജന തന്ത്രമാണ്? ഒരു രാഷ്ട്രീയക്കാരൻ, നല്ല അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരൻ, അത് ഗുണപരമായ കാര്യമാണോ? അല്ല. ഈ രാഷ്ട്രീയക്കാരൻ എല്ലാ കുട്ടികൾക്കും ഇലക്ഷന് മുമ്പായിട്ട് എന്ത് കൊടുക്കുന്നു? ലാപ്ടോപ്പ് കൊടുക്കുന്നു. അത് സ്വീകരിക്കപ്പെടുക അല്ലേ? അപ്പോൾ അതാ പറഞ്ഞത്, ഗുണപരമല്ലാത്ത അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരൻ പൊതുവേ സ്വീകരിക്കുന്ന ലാപ്ടോപ്പ്, അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞ ഉദാത്തീകരണം എന്ന് പറയുന്നത് അല്ലേ? അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരൻ നാട്ടിലെ കുട്ടികൾക്ക് സൗജന്യമായ ലാപ്ടോപ്പ് നൽകുന്നു. ഏതാണ്? ഉദാത്തീകരണമാണ്. കിട്ടിയില്ലേ? ഇത് ചോദ്യം. അടുത്തതിലേക്ക് വരാം. അനുപൂരണം അഥവാ കോമ്പൻസേഷൻ എന്നുള്ളത് അഞ്ചാമത്തേത്. നമുക്ക് നോക്കാം. ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് അനുപൂരണം. ഒരു രംഗത്തുള്ള പോരായ്മ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ്സിലെ കുട്ടിയുടെ കാര്യം എടുത്ത് നോക്കാം. ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലൊരു കുട്ടി, ആ കുട്ടിക്ക് പഠിക്കാൻ തീരെ കഴിവില്ല എന്ന് പറഞ്ഞാൽ അവൻ പഠിക്കില്ല, അവൻ പഠിക്കാൻ ശ്രമിക്കില്ല, അവന് പഠിക്കാൻ കഴിയുന്നില്ല, അവന് ഇഷ്ടമില്ല, അവന് മാർക്ക് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും എല്ലാവരും അവനെ കുറ്റപ്പെടുത്തും. അവന് നല്ല വിഷമം ഉണ്ടാവും. അവൻ വെളിയിൽ കാണിക്കാതെയാണ്, അവന് വിഷമം ഉണ്ടാവും, അവന് മാനസിക സംഘർഷം ഉണ്ടാവും, അവന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവൻ്റെ കുറ്റബോധം, അവൻ്റെ നിരാശ, അതൊക്കെ മറക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെട്ട് അല്ലെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ആകുന്നു, ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആകുന്നു, അല്ലെങ്കിൽ അവൻ അക്കാദമിക്കലി വീക്കാണെങ്കിൽ പോലും സ്പോർട്സിൽ അവൻ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവൻ ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തുന്നു. അവൻ സ്കൂളിൻ്റെ അഭിമാനമായി മാറുന്ന കായിക താരമായി മാറുന്നു. അപ്പോൾ ഒരു രംഗത്ത് പോരായ്മ മറ്റൊരു രംഗത്തെ അല്ലെ കഴിവ് കൊണ്ട് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിപ്പോൾ അവൻ അക്കാദമിക്കലി ഡൗൺ ആണെങ്കിൽ കായികപരമായിട്ട് ഹൈ ആയി. അപ്പോൾ ഇവിടെ അധ്യാപകൻ, അവനെ കുറ്റം പറഞ്ഞ അധ്യാപകൻ തന്നെ ഇവിടെ അസംബ്ലിയിൽ വെച്ച് അവന് മെഡൽ കൊടുക്കുന്നു, അവനെ പ്രശംസിക്കുന്നു, അവൻ്റെ ഡിറ്റർമിനേഷൻ്റെ, അവൻ്റെ ഡെഡിക്കേഷനെ കുറിച്ച് പറയുന്നു. അവന് സ്വാഭാവികമായിട്ടും സന്തോഷം ഉണ്ടാകും. ഇതാണ് അനുപൂരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മേഖലയിലുള്ള പോരായ്മയെ മറ്റൊരു മേഖലയിലെ കഴിവ് കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഏത് തരം സമായോജന തന്ത്രമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അനുപൂരണം അഥവാ കോമ്പൻസേഷൻ ആണ്. കിട്ടിയില്ലേ? നമ്മൾ 5 എണ്ണമാണ് ഇപ്പം നോക്കിയത്. ബാക്കി നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ഇതേപോലെ ഒരു 10 കൂടി ഉണ്ടാവും. അത് നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സിലായിട്ട് നോക്കാം. ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.